ശ്രീ യൂജിൻ, പാർട്ടി നേരിടുന്ന അവഗണനയെപ്പറ്റി ഇടതുമുന്നണിയിൽ പലവട്ടം പരാതിപ്പെട്ടു. മാത്രമല്ല, രേഖാമൂലം എഴുതി കൊടുക്കുകയും ചെയ്തു. ഒരു തരത്തിലുമുള്ള പരിഗണന കിട്ടാതെ വന്നപ്പോഴാണോ ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ? രാജ്യസഭാ സീറ്റ് പ്രശ്നം അതിനി ഉദിക്കുന്നില്ല, മന്ത്രിസ്ഥാനം വേണമെന്നതാണോ ഡിമാൻഡ്? ഈ ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല, ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായതല്ല. രാജ്യസഭ തെരഞ്ഞെടുപ്പുമായി മാത്രമായിട്ട് ഒതുക്കി നിർത്താവുന്ന ഒരു കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രൂപം നൽകിയ പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് നേതാവാണ് MP വീരേന്ദ്രകുമാറും P വിശ്വംഭരനും ഒക്കെ. ചില അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചില ധാരണ പശുക്കളുടെ അടിസ്ഥാനത്തിലും ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി വിടുകയാണ്. പിന്നീട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മാറി. ഞങ്ങളുടെ പാർട്ടിയിലെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട MP വീരേന്ദ്രകുമാറിന്റെ വസതിയിൽ ചെന്ന്, അണ്ടർലൈൻ ചെയ്ത് പറയാം, വസതിയിൽ ചെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ ഇടതുപക്ഷ മുന്നണിയുടെ മുഴുവൻ സഖാക്കളും നേതാക്കളും ഞങ്ങൾ തിരിച്ചു വരണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയുണ്ട്. ആ ആവശ്യം ഞങ്ങൾക്കും തീർച്ചയായിട്ടും ന്യായമാണെന്ന് തോന്നുന്നു. ഇടതുപക്ഷത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി തീരുകയുണ്ടായി. പക്ഷെ നിർഭാഗ്യരെന്ന് പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഞങ്ങൾ ചേരാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ മുന്നണിയിലെ പിന്തുണയ്ക്കുന്ന കക്ഷിയായി മുന്നണിക്ക് അകത്ത് പ്രവേശിക്കുന്നതിന് 1 വർഷം കാത്തു നിൽക്കേണ്ടി വന്നു. ഈ അടുത്ത മുന്നണി പ്രവേശനം നൽകിയ കേരള കോൺഗ്രസിന് ആ ഒരു പ്രയാസം ഉണ്ടായില്ല. അതിനുശേഷം പിന്നീട് തൊട്ടടുത്ത് വന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ന്യായമായും ലഭിക്കാൻ കേരള ചരിത്രത്തിൽ രൂപീകൃതമായ ആ കാലം മുതൽ ഇന്ന് വരെ എല്ലാ തെരഞ്ഞെടുപ്പിലും സോഷ്യലിസ്റ്റ് കക്ഷികൾ മത്സരിച്ചിട്ടുണ്ട്. അത് പല പേരുകളിലാവാം. ഞങ്ങളുടെ പാർട്ടിക്ക് തീർച്ചയായും അർഹതപ്പെട്ട സീറ്റ് ആദ്യം തന്നെ നിഷേധിക്കാനുണ്ടായി. അന്ന് ഉഭയകക്ഷി ചർച്ച നടന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും പരിഗണിക്കുമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ CPM-ഉം CPI-യും മാത്രമാണ് മത്സരിക്കുന്നത്. മുന്നണി അടിസ്ഥാനത്തിൽ 16 സീറ്റ് CPM-ഉം 4 സീറ്റ് CPI-യുമായിട്ട് തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ഒരേ മനസ്സോടുകൂടി ആ തെരഞ്ഞെടുപ്പിൽ നേരിട്ടു. പിന്നീട് വന്ന അടുത്ത തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വന്നതായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഐക്യമുന്നണിയുടെ ഭാഗമായി ഞങ്ങൾ മത്സരിച്ചത് 7 സീറ്റിലാണ്. കേരള കോൺഗ്രസ് മാണി മത്സരിച്ചത് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 15ഓളം സീറ്റിൽ നിന്നാണ്. മാണി മത്സരിച്ച 15ഓളം സീറ്റുകളിൽ അതിനൊരു വ്യത്യാസം മനസ്സിലാക്കും. അവർക്ക് ഏതാണ്ട് 12ഓ 13ഓ സീറ്റ് ഇപ്പോൾ കൊടുത്തു, നിയമസഭയിൽ മത്സരിക്കാൻ കൊടുത്തു. പക്ഷെ ഞങ്ങൾ 7 സീറ്റിൽ മത്സരിച്ചിടത്ത് ഞങ്ങൾക്ക് ലഭിച്ചത് മലബാർ മേഖലയിൽ മാത്രം ഒതുക്കി 3 സീറ്റുകൾ മാത്രമാണ്. ഇതിനെ സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ചകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കാര്യമായി നടന്നില്ല. അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകർക്ക് വിഷമവും ഉണ്ടായി. ഞങ്ങൾ പ്രവർത്തകർ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങേണ്ട ആളുകളല്ല, എല്ലാ മേഖലയും ഞങ്ങൾക്ക് പ്രവർത്തകരുണ്ട്. CPM ഒരു വലിയ രാഷ്ട്രീയ സംഘടനയാണ്. CPI മോശമാണെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷെ ചിലയിടങ്ങളിൽ, ചുരുക്കം ചില സ്ഥലങ്ങളാണെങ്കിൽ പോലും CPM-നേക്കാൾ സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട്. CPI-യേക്കാൾ അതിൽ കൂടുതൽ സംഘടനാ സംവിധാനം പല സ്ഥലങ്ങളിലുമുണ്ട്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയെ 3 നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ മാത്രം അനുവദിച്ചുകൊണ്ട് മാറ്റപ്പെട്ടു. പിന്നീട് മറ്റു പല അധികാരത്തിൽ വന്നു ഇടതുപക്ഷ സർക്കാർ.
ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ ഇടതുപക്ഷ കക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകി. എല്ലാ ഇടതുപക്ഷ കക്ഷികൾക്കും, ജനാധിപത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകി. പക്ഷേ ആർ ജെ ഡി പ്രതിനിധി ശ്രീമാൻ KP മോഹനെ മാത്രം മാറ്റി നിർത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അല്ല, ശ്രീ യൂജിൻ, ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരുന്നില്ല മന്ത്രിസ്ഥാനത്തിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും അങ്ങനെ പറയുന്നതിൽ ഒരു യുക്തിയും ഇക്കാര്യത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെയും ചകഞ്ഞ് പരിശോധിച്ചാൽ വളരെ വ്യക്തമായി നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ അന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ MP ടൈംസ് കുമാറിന്റെ വസതിയിലുണ്ട്. ആ ദിവസങ്ങളിൽ അവിടെ കൽപ്പറ്റയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന് ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഓട്ടം ഓടി ക്ഷീണിതനായി ഡോക്ടർ 2 ആഴ്ച വിശ്രമം പറഞ്ഞു. അത് വകവയ്ക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിനും ഉഭയകക്ഷി ചർച്ചയ്ക്കും പോയി. അദ്ദേഹം പോയത് ഞങ്ങൾ പിടിച്ച് കയറ്റുകയാണുണ്ടായിരുന്നു, കാറിൽ, നടക്കാൻ പോലും പറ്റാത്ത മനുഷ്യൻ. എന്നിട്ട് പോയി ചർച്ചയ്ക്ക് പോയി ഞങ്ങൾക്കിത് വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോ ജനതാദൾ എസിനെയും അതുപോലെ തന്നെ നിങ്ങളെയും ഒരു കക്ഷിയായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുക. ഞങ്ങൾക്ക് എന്ത് നിലപാടെടുക്കാൻ വേണ്ടി പറ്റും? ഇടതുപക്ഷ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത പാവപ്പെട്ട പ്രവർത്തകർ, ഈ വിജയത്തിൽ ഞങ്ങൾക്കും പങ്കുണ്ട്. പക്ഷെ ഞങ്ങളോട് അവിടെയും നീതി നിഷേധിക്കപ്പെടാം.